അല്ല ഈ ആ കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് കൂടി ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചുതരാം. മഗ്രിബല്ല, മഹ്രിബ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, നമ്മുടെ ആരിഫ് ഹുസൈന്റെ ആശാനായിട്ടുള്ള രവിചന്ദ്രന്റെ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇയാൾ മുസ്ലിം വിരോധം പരത്താൻ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങളെ തെറ്റ് പറയാൻ പറ്റൂല. കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങൾ അതേപോലത്തെ കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഈ ഒരു പേജിലാണ്. ഈ ഒരു പേജിന്റെ ഉടമ നല്ല ഒന്നാം തരം മുസ്ലിം വിരോധിയാണ്, നാസ്തികനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു പേജിൽ കാണാൻ പറ്റുന്നത് മുസ്ലിം വിരോധം പരത്താൻ പറ്റിയ വീഡിയോ മാത്രമാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്നെന്തായാലും നാസ്തികനായിട്ടുള്ള രവിചന്ദ്രൻ ചെയ്ത ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. ഈ ഒരു വീഡിയോ കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ്, പക്ഷെ എല്ലാ നോമ്പ് കാലത്തും ഇതേപോലത്തെ നാസ്തികന്മാർ കുത്തിപ്പൊക്കുന്ന ഒരു വീഡിയോ ആണിത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരി വരും. ഇയാൾക്ക് എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ ബോധമില്ല. ചില സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും ഇയാളുടെ തലച്ചോറിനകത്ത് കളിമണ്ണുണ്ടോ എന്ന്. എന്തായാലും ഞാൻ അയാൾ പറയുന്ന വാക്കുകളൊന്ന് കേൾപ്പിച്ചുതരാം. നോയമ്പെടുക്കുന്നതിനെ കുറിച്ച് പറയാം. നോയമ്പ് രാവിലെ വെള്ള കീറുമ്പോ നോയമ്പെടുക്കുക, അസ്തമയം കാണുമ്പോ തീരുക, അതാണ് പകൽ സമയം. രവിചന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, നോമ്പെടുക്കേണ്ടത് രാവിലെ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പകൽ സമയത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ തുടങ്ങുക, അതേപോലെ തന്നെ മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ അവസാനിപ്പിക്കുക. അല്ലാതെ പകൽ സമയത്ത് എടുക്കണമെന്ന് എവിടെയാണ് പറഞ്ഞത്? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? വായ്ത്തൊന്ന് വിളിച്ചു പറയുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം വേറൊന്നല്ല. കാരണം ഇവന്മാരൊക്കെ മതവിമർശകരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വിളയാടുന്നത്. മതവിമർശകരാണെന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് വിമർശിക്കുന്നത് ഇസ്ലാം മതത്തെയാണ്. പക്ഷെ ഒരു യഥാർത്ഥ നാസ്തികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല, മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുക പോലുമില്ല. പക്ഷെ നാസ്തികനാണോ, അവന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരു മൺതരയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചമൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായതാണെന്ന് ചിന്തിച്ച നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഈ ലോകത്തെ ഏറ്റവും വലിയ മൊണ്ണേമാർക്ക് ഉണ്ടാവുന്ന മൈൻഡ് സെറ്റാണ് നിങ്ങളെ പോലുള്ള നാസ്തികന്മാർക്ക് ഉണ്ടാവുന്നതാണ്. എന്നോടൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, തമാശ പറഞ്ഞല്ല, ഇത്രയും വലിയ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കലി ഉണ്ടായതാണെന്നൊക്കെ പറയാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്കേ പറ്റും. സത്യം. നമ്മുടെ രവിചന്ദ്രൻ അടുത്ത പറയാൻ പോകുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പൊ നോർവേ പോലെയുള്ള സ്ഥലങ്ങൾ, ഐസ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ, രാത്രി 2 മണിക്കും 3 മണിക്കും എല്ലാം സൂര്യൻ ഇങ്ങനെ ഉണ്ട്, വെള്ള കീറി തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇയാളൊക്കെ ബുദ്ധിശൂന്യത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇയാൾ പറഞ്ഞുകൊണ്ടുവരുന്നത് പകലാണ് നോമ്പെടുക്കേണ്ടത് എന്നാണ്. പകലാണ് നോമ്പെടുക്കേണ്ടതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോമ്പെടുക്കേണ്ടത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ, അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നത് മുതൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ. മനസ്സിലായോ? അല്ല ഈ കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് കൂടി ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചുതരാം. മഗ്രിബല്ല, മഹ്രിബ്. അങ്ങനെ പറ, മഗ്രിബോ? ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഊളനെ കൊണ്ട് കോമഡിയാണ് കേട്ടാ. അതേപോലെ ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യം തങ്ങളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനപരമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചുമ്മാ എന്തെങ്കിലും ഉടായ്പനായോ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരും. ഞാനിവിടെ ശാസ്ത്ര വിശ്വാസികളെ ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന മനോനില വളരെ മോശപ്പെട്ടതാണ്. ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ചിന്തിക്കുന്നത് പോലെയാണ് ചില സമയത്ത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ രവിചന്ദ്രനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം മതത്തെ പോലുള്ള ഒരു പരിശുദ്ധമായ മതത്തെ പോലും വിമർശിക്കാൻ നിങ്ങളെ പോലുള്ള ഊളകൾ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ മനസ്സിൽ എത്രമാത്രം മുസ്ലിം വിരോധം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാഖയിൽ നിന്ന് മാസപ്പടി കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിക്കുന്നത്. അപ്പൊ രവിചന്ദ്രനെ പോലുള്ള മതവിമർശകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ വിശ്വസിക്കാത്തത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിമർശിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതേപോലെ തന്നെ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല, അവരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഉള്ള ചിന്ത മാത്രം മാറ്റിയെടുത്താൽ മതി.